ഹായ് ആൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് IO എക്സാമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, ശരാശരിയിലും നിലവാരം കൂടിയ ഒരു എക്സാമിനേഷൻ ആയിരുന്നു എന്നുള്ളത് പൊതുവെ പരക്കെ കേരളമൊട്ടാകെ ഒരു അഭിപ്രായമുണ്ട്. സത്യം തന്നെയാണ്. പ്രത്യേകിച്ച് മാത്സിൻ്റെ ഭാഗത്തിലൊക്കെയുള്ള കണ്ടന്റുകൾ കുറച്ച് നല്ല ബുദ്ധിമുട്ടുള്ള ഭാഗം തന്നെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ വളരെയധികം ഉദ്യോഗാർത്ഥികൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്, എന്താണ് നിയർ ഫ്യൂച്ചർ എന്നൊക്കെയുള്ളത്. ഇപ്പം നമ്മൾ നമ്മുടെ ഉദ്യോഗാർത്ഥികളുമായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക് കുറേയൊക്കെ ഉപകാരപ്രദമാകുന്ന രീതിയിൽ തന്നെ നമുക്ക് ക്ലാസ്സുകൾ തീർക്കാൻ പറ്റി, അതിൻ്റെ ബെനിഫിറ്റ് അവർക്ക് കിട്ടി എന്നവർ പറയുന്നു. അപ്പോൾ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നൊരു ഫീഡ്ബാക്ക് ഉണ്ട്, നെക്സ്റ്റ് ലെവൽ എന്താണ്, അടുത്ത എന്താണ് നമ്മുടെ മുമ്പിലുള്ളതെന്ന്. വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്ട്രീമുകളിലുള്ള എല്ലാ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്കും എഴുതാൻ പറ്റുന്ന ഒരു എക്സാം ആയതുകൊണ്ട് തന്നെ നമ്മളിന്ന് ഈ വീഡിയോയിൽ നിങ്ങളോടായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നത് ഇത് ഒരു അവസാനമല്ല, ഇനിയും ധാരാളം എക്സാമുകൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ എഫർട്ട് അതേ രീതിയിൽ തന്നെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് സർക്കാർ ജോലി എന്ന ലക്ഷ്യം നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഓരോരോ സ്ട്രീമുകൾക്കും ഏതൊക്കെ തസ്തികകളാണ് വരാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാ പരീക്ഷകൾക്കും പൂർണ്ണ സപ്പോർട്ടായിട്ട് നിന്നിട്ടുള്ള ഏണസ്റ്റ് അക്കാഡമി ഇനിയുള്ള പരീക്ഷകൾക്കും നിങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്ന് ആദ്യം തന്നെ പറഞ്ഞു കൊള്ളട്ടെ. നമുക്ക് ഓരോരോ മേഖലകളിലും ഓരോ വിദ്യാർത്ഥികൾക്കും ഏതൊക്കെ സ്ട്രീമുകളിൽ ഏതൊക്കെ തസ്തികകളാണ് വരാൻ പോകുന്നത് നോക്കാം. ആദ്യമായിട്ട് അതിൽ പ്രധാനമായിട്ടും മെക്കാനിക്കൽ ആസ്പിറൻസിനുള്ളതാണ്. യൂണിവേഴ്സിറ്റീസ് ഓഫ് കേരളയിലേക്കുള്ള ഒരു എക്സാമിനേഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിലേക്ക് എക്സാം വരുന്നുണ്ട്. കേരള അഗ്രോ ഇൻഡസ്ട്രീസിലേക്ക് എക്സാമിനേഷൻ വരുന്നുണ്ട്. ഓവർസിയർ ഗ്രേഡ് 3 വരുന്നുണ്ട്. ഓവർസിയർ ഗ്രേഡ് 2 പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റിലേക്കും വരുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 5 വേക്കൻസികൾ, 5 തസ്തികകളിലേക്കുള്ള ഓപ്പണിംഗ് ആണ് നിങ്ങളുടെ മുമ്പിൽ തുറന്നു കിടക്കുന്നത്. ഒന്നുകൂടി ഞാൻ പറയാം, മെക്കാനിക്കൽ ആസ്പിറൻസിനെ സംബന്ധിച്ചിടത്തോളം യൂണിവേഴ്സിറ്റീസ് ഇൻ കേരളയിലേക്ക് AEയുടെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി കഴിഞ്ഞതാണ്, അത് നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റിയാണ്. ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിലേക്ക് AE എന്ന് പറയുന്നത് നിങ്ങളുടെ മുമ്പിലുണ്ട്. കേരള അഗ്രോ ഇൻഡസ്ട്രീസിലേക്ക് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇനി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഓവർസിയർ ഗ്രേഡ് 3 എന്ന് പറയുന്നുണ്ട്. ഇനിയും പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റിൽ ഓവർസിയർ ഗ്രേഡ് 2. ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മെക്കാനിക്കൽ ആസ്പിറൻസിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുമ്പിലുള്ളതാണ്. അടുത്തതായിട്ട് ഇലക്ട്രോണിക് ആസ്പിറൻസിൻ്റെ എന്തൊക്കെയാണ് അവരുടെ മുമ്പിലുള്ളത് എന്നുള്ളതാണ്. അതിലാദ്യമായിട്ട് പോളി ലെക്ചറർ ഇലക്ട്രോണിക്സ് എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് ആണ്, അത് പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. അടുത്തത് എഞ്ചിനീയർ അസിസ്റ്റന്റ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റിലേക്ക് തന്നെയുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇലക്ട്രോണിക്സുകാരെ സംബന്ധിച്ചിടത്തോളം 3 ഓപ്പണിങ്ങുകളാണ് നിങ്ങളുടെ മുമ്പിൽ കിടക്കുന്നത്. അതായത് നിങ്ങളുടെ എഫേർട്സ് അതുപോലെ തന്നെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ, നിങ്ങളുടെ പഠനം അതിൻ്റെ ശരിയായ ട്രാക്കിലാണെങ്കിൽ ഈ എക്സാമുകൾ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അടുത്തതായിട്ട് ഇലക്ട്രിക്കൽ ആസ്പിറൻസിനാണ്. ഇലക്ട്രിക്കൽ ആസ്പിറൻസിനും പ്രധാനമായിട്ടും 5 തസ്തികകളാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. അതിൽ ആദ്യമായിട്ട് ലൈൻമാൻ, അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ, KSEBിയിലേക്ക് സബ് എഞ്ചിനീയർ, പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഓവർസിയർ ഗ്രേഡ് 1, അടുത്തതായിട്ട് പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയർ. ഇത്രയും തസ്തികകൾ ഇലക്ട്രിക്കൽ ആസ്പിറൻസിന് മുമ്പിൽ വളരെ വലിയ ഒരു ലക്ഷ്യമായി തന്നെയുണ്ട്. ഇനിയും കമ്പ്യൂട്ടർ സയൻസുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ, സിസ്റ്റം അനലിസ്റ്റ്, ഈ 2 തസ്തികകളും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട 2 തസ്തികകളായിട്ട് മുമ്പിലുണ്ട്. ഇനി സിവിൽ ആസ്പിറൻസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് പ്രധാനമായിട്ടും 4 തസ്തികകളാണ് എക്സാം വരാൻ പോകുന്നത്. അതിലാദ്യമായിട്ട് AE സിവിൽ, അടുത്തത് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക്, അതായത് നമ്മുടെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി മുതലായ സ്ഥാപനങ്ങളിലേക്ക് ഓവർസിയർ ഗ്രേഡ് 1, അടുത്തതായിട്ട് അതേപോലെ തന്നെ ഓവർസിയർ ഗ്രേഡ് 2, അതും ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. ദെൻ പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് PWDയിലേക്ക് ഓവർസിയർ ഗ്രേഡ് 1. ഇത്രയും തസ്തികകളാണ് നിങ്ങളെ സംബന്ധിച്ച്, സിവിൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം കാത്തിരിക്കുന്നത്. ഈ എക്സാമുകളൊക്കെ ഏറ്റവും കൃത്യവും വ്യക്തവുമായിട്ട് ഒരു ചിട്ടയോടുകൂടി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ റാങ്ക് ലിസ്റ്റിൻ്റെ മുൻനിരയിൽ എത്താൻ പറ്റും എന്നുള്ളത് ഉറപ്പുള്ളൊരു കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഏണസ്റ്റ് അക്കാഡമിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ് നിങ്ങളെ എല്ലാവരെയും കൂടെ നിർത്തി മുമ്പോട്ട് പോയി നമുക്ക് ഒരുമിച്ച് നിങ്ങളുടെ ജോലി എന്ന ലക്ഷ്യം സാധ്യമാക്കിയെടുക്കാം. അതിനുള്ള ഇനിയുള്ള ദിവസങ്ങളിലെ തയ്യാറെടുപ്പുകൾ നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാം. എല്ലാവർക്കും വിജയാശംസകൾ. എല്ലാവർക്കും ഒരു സർക്കാർ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഞങ്ങളുടെ കുറഞ്ഞ കാലഘട്ടത്തിലെ ഒരു റിസൾട്ടാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ധാരാളം റാങ്ക് ലിസ്റ്റിൽ ഉന്നത റാങ്കിലേക്ക് എത്തിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നത് അഭിമാനകരമായ നേട്ടമാണ്. മാത്രവുമല്ല, റാങ്ക് ലിസ്റ്റുകളിൽ തന്നെ 30% മുതൽ 50% കാൻഡിഡേറ്റിനെ നൽകുവാനും ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല, നമ്മളൊരു ഫ്രീ ടെലിഗ്രാം ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. നിങ്ങൾക്ക് അതുവഴി ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവിധ സംശയങ്ങളും നിങ്ങളുടെ എല്ലാവിധ ഡിസ്കഷനും സാധ്യമാവുന്ന ഒരു ഗ്രൂപ്പാണ്. എല്ലാവരും ആ ഒരു ലിങ്ക് ഉപയോഗിച്ച് അതിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. മറ്റൊരു കാര്യം, ഏണസ്റ്റ് അക്കാഡമിയുടെ ആപ്പായ ബിഗ് ലേണിംഗ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അതിൽ ധാരാളം കണ്ടന്റുകൾ അവൈലബിൾ ആണ്.
ആ കണ്ടന്റുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള മെറ്റീരിയലും യൂസ് ചെയ്യാവുന്നതാണ്. പല മെറ്റീരിയലുകളും നമ്മൾ തികച്ചും സൗജന്യമായിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുക. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠനത്തിലൂടെ ഒരു സർക്കാർ ജോലി എന്ന ലക്ഷ്യം സാധ്യമാണ്. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.